ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്ന് ഞങ്ങളൊരു ഔട്ടിംഗ് വ്ളോഗാണ്. എൻ്റെ കൂടെ അപ്പുട്ടനും ശിവാനിയും ഹരിയും കൂടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം കോഴിക്കോട് കറങ്ങാനുള്ള പ്ലാനാണ്. സോ കം വിത്ത് us, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കുറച്ചധികം പ്ലാൻ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കയ്യിൽ. പക്ഷേ എല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് ഹൈലൈറ്റിലേക്കാണ്. കാരണം കോഴിക്കോട് വന്ന ഒരാൾ ഹൈലൈറ്റ് കാണാതെ പോകുന്നത് ശരിയാണോ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഹൈലൈറ്റിലേക്ക് വിട്ട്. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലെത്തി. ഞങ്ങൾ 4 പേരും, അതായത് ആരൊക്കെയാ? ശിവാനി, അപ്പുട്ടൻ വീണ്ടും ഹൈലൈറ്റിലേക്ക്, ഹരിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലൊന്ന് കണ്ട് കറങ്ങി. ഇവർ വെക്കേഷനായിട്ട് വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ഇറങ്ങിയാണ്. അപ്പോൾ എത്ര ദിവസം കൂടി ഉണ്ട് വീട്ടിൽ? ഞങ്ങൾ 2 ദിവസം കൂടെ ഉണ്ട്. അപ്പുട്ട, നമുക്ക് ഏതിൽ കയറാനായിട്ട് ഇൻട്രസ്റ്റ്? ഗെയിം സെൻറ്ററിൽ. ഗെയിം സെൻറ്റർ മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ശിവാനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സാധനം എന്താ? എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് മേക്കപ്പിനോടാണ്. ഹൈലൈറ്റിലൊരു പുതിയ സ്റ്റാർട്ടപ്പാണ് ഫോൾ സ്പേസ്, ഒരു VR എക്സ്പീരിയൻസ് സെൻ്ററാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. മെയിനായിട്ട് ഇവർ രണ്ടാളും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് കയറി നോക്കി. അപ്പുട്ടൻ പിന്നെ ആദ്യം പറഞ്ഞിട്ടോ എനിക്ക് റേസിങ്ങിലെ VR മതിയെന്ന്. കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർ റേസിനാണ് അപ്പുട്ടൻ കയറിയിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ടൈം ആണെങ്കിൽ അപ്പുട്ടൻ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടല്ലേ ഇരിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറാണ്. ഈ ഒന്നും പറയാനില്ല, അടുത്ത F1 ഇറക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് ഇപ്പോൾ. നീ എങ്ങനെയാണ് റേറ്റ് ചെയ്യാൻ വിചാരിക്കണേ? ഒരു എന്താ പറയുക, ഭയങ്കര എനിക്കെന്താ ഓക്കെ, ഞാൻ അപ്പുട്ടനെ കാണിച്ചു തരാം കേട്ടോ. അപ്പുട്ടൻ്റെ വണ്ടി വേറെ വഴിക്കൂടെയൊക്കെയാണ് പോണത്. എന്നാലും കുഴപ്പമില്ല. ഇപ്പം ചരലിൽ കയറിയിട്ടുണ്ട്. ഒരു ഓക്കെ ഇടിച്ച്. അപ്പം ശിവാനി എന്താ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണേ? ഞാനൊരു റോളർ കോസ്റ്റർ റൈഡാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ്സ് പാരൻസ് ട്രൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ കുട്ടികളും ഓക്കെ. അപ്പോൾ ആർ യു എക്സൈറ്റഡ്? ആർ യു സ്കേർഡ്? അപ്പോൾ ഹരിയാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പുട്ടൻ തകർത്ത് വണ്ടി എടുത്തില്ലാണ്. അപ്പോൾ ഇവിടെ VR സെറ്റ് ചെയ്യുന്നുണ്ട്. റോളർ കോസ്റ്ററാണ്. ഇപ്പോൾ ട്രയലിന് ഹരി നിൽക്കുന്നുണ്ട്. ഹരി പാർക്കും. We can. എനിക്ക് തോന്നണ അപാരാണ് കേട്ടോ. ഹരി എന്നെ കുറച്ച് പേടിച്ച അരണ്ടിന്. ഓക്കെ ഓക്കെ, ഹരി ഇപ്പോൾ വീഴും. അപ്പോൾ ഇനി ശിവാനി ട്രൈ ചെയ്യാൻ പോണേ. അപ്പോൾ അരീനോട് എക്സ്പീരിയൻസ് വെച്ചേക്കാം. അരി, ട്രയൽ കിട്ടിയിട്ട് എന്താ തോന്നിയേ? അടിപൊളി. ശരിക്കും ആ റോളർ കോസ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ബാലൻസ് പോയി പോകും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ശിവാനി സ്റ്റാർട്ടിങ്ങിൽ അപ്പാറായിട്ടാട്ടോ നിൽക്കണേ. ഇതിനൊരു കുലുക്കൂല്ലല്ലോ. അപ്പുട്ട, അല്ല അവിടേക്ക് നോക്കണ്ട, ഈ അതിലേക്ക് തന്നെ നോക്കിയോ. അപ്പുട്ട എന്താ ഈ എവിടെ റോഡിൽ തന്നെയാണോ പോണേ? അല്ല, റോഡിൽ നിന്ന് കുറച്ച് മാറിയിരിക്കണം. റേസിങ്ങിന് കൂടുതലുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? റേസിൽ കാണണി ആരും കാണില്ല. ശിവാനിക്ക് റോളർ കോസ്റ്റർ പോയിട്ട് പോലും ഒരു ഇളക്കവുമില്ല. വീണോ ഒന്നില്ല തോന്നണേ. അപ്പുട്ടൻ കറക്റ്റ് ട്രാക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ
എക്സ്പീരിയൻസ് ട്രയൽ കിട്ടിയിട്ടായിരിക്കും കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്തെന്നാ. അതായത് റോളർ കോസ്റ്റർ നല്ല ഹൈറ്റിലേക്ക് പോയിട്ട് ആ താഴോട്ട് വീഴുന്ന ഒരു എഫക്റ്റിൽ ഞാനിങ്ങനെ ബാക്കോട്ട് പോയി. അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സൂപ്പർ. ഇതിന് വലിയൊരു കുലുക്കം ഞാൻ കാണുന്നില്ല. അതിൻ്റെ ഉപബോധ മനസ്സിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ വളരെ സന്തോഷത്തോടെ ആസ്വദിക്കുന്നുണ്ട്. എന്തോ പേടിയായിട്ടുണ്ടോ സംശയമുണ്ട്. ഈ അപ്പുട്ടൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് എന്തായിരിക്കും പറയാനുള്ളത്? വളരെ മികച്ചൊരു ഡ്രൈവിംഗ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പീഡ് ഇത്തിരി കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് റേസിംഗ് ട്രാക്കിലുള്ള ഒട്ടുമിക്ക വണ്ടികളും അടിച്ചു തെറിപ്പിച്ചിട്ടാണ് മൂപ്പര് പോകുന്നത്. ഇനി ഇവിടെ ഒരു ബൈ 1 get 1 ഓഫർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു VR കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ ശിവാനിക്ക് അവസരം കിട്ടിയില്ലേ? രണ്ടാമത്തെ റോളർ കോസ്റ്റർ തന്നെയാ? രണ്ടാമത്തത് ഒരു ഡ്രീം ലാൻഡ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ രസമായി. ശിവാനി സെക്കൻഡായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പിക് ഡ്രീം ലാൻഡ് ആണ്. അപ്പോൾ ഡ്രീം ലാൻഡ് നമ്മൾ നോക്കാം. ഓള് ഇറങ്ങിയ ശേഷം നമുക്ക് ചോദിച്ചു നോക്കാം. ശിവാനി, ഡ്രീം ലാൻഡ് അടിപൊളിയാണോ? അടിപൊളി. ഫോൾ സ്പേസ് ഒരു അടിപൊളി VR എക്സ്പീരിയൻസ് സെൻ്റർ ആട്ടോ. നിങ്ങൾ ഹൈലൈറ്റിൽ വരികയാണെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് ടൈം എടുത്ത് തന്നെ അത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ശിവാനി 2 എക്സ്പീരിയൻസും കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. ആദ്യം പോയത് എന്തായിരുന്നേ? ആദ്യം പോയത് ഒരു റൈഡ് പോലെ റോളർ കോസ്റ്ററിൽ പോയതായിരുന്നു. കുറേ ഹൊററായിട്ടുള്ള ഗോസ്റ്റുകളിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഹൈറ്റിലൊക്കെ പോകണ്ടോ? നല്ല ഹൈറ്റ് പോലെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ പോലെ ഫീൽ ചെയ്തോ? ഫീൽ ചെയ്തു. പക്ഷെ അനക്ക് ഒരു കുലുക്കൂലിയല്ലോ. രണ്ടാമത്തത് എന്താ? രണ്ടാമത്തത് ഫ്ലൈ ചെയ്യണത്. നമ്മളൊരു ഇതില് നമ്മളെ അലാവുദ്ദീൻ ഇരിക്കുന്ന പോലത്തെ ഒരു പയല് നമ്മളിരുന്ന് ഇങ്ങനെ പറയും. അതിലാണ് കുറച്ച് എഫക്റ്റ് കിട്ടിയത്. പക്ഷെ രണ്ടും അടിപൊളിയല്ലേ? രണ്ടും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായോ? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെങ്കിൽ അടിപൊളിയായോ? അടിപൊളിയായിരുന്നു, പൊളിയായിരുന്നു. അപ്പുട്ട റേസൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇനി അപ്പുട്ടനോട് നമുക്ക് എക്സ്പീരിയൻസ് വെച്ചേക്കാം. അടിപൊളിയായിരുന്നു. ശരിക്കൊരു ട്രാക്കിലിരിക്കുന്ന വരി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റേസുള്ള ആൾക്കാരെ ആരെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയ സൈഡിൽ കൂടെ ഒക്കെ? ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ ഈ ട്രാക്കിലായത്? യെസ്. അത് കൺട്രോൾ കിട്ടില്ല. ആദ്യമൊക്കെ ഇത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് കണ്ടപ്പോഴല്ലേ ഈ അപാര റേസറായിട്ടാണ് തോന്നി. എന്ത് ചെയ്യണം പോയി. ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ? യെസ് അല്ലേ? ഫസ്റ്റ് ടൈം. അടുത്തതായിട്ട് നമ്മൾ ഗെയിം സെൻറ്ററിലേക്കാണ് പോകണം അല്ലേ? ഹൈലൈറ്റിലെ ഗെയിം സെൻ്ററാണ് അമീബ. അപ്പം ഞങ്ങളിവിടെ സെക്കൻഡ് ടൈമാണ്. ഹൈലൈറ്റിലെ അമീബയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹരി കാർഡ് ഞങ്ങൾക്ക് ഓൾറെഡി കാർഡ് ഉണ്ടായിരുന്നു. അത് ടൈം കഴിഞ്ഞോ നോക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ അല്ലെങ്കിൽ പുതിയത് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ശിവാനീൻ്റെ ഫസ്റ്റ് ടൈമാണല്ലേ? ആർ യു എക്സൈറ്റഡ്? യെസ്. അപ്പുട്ടൻ കഴിഞ്ഞ തവണ വന്ന അതേപോലെയാണോ? അതേ സാധനം തന്നെയാണോ ട്രൈ ചെയ്യണേ? അല്ലെ വേറെ ഏതെങ്കിലാണോ ട്രൈ ചെയ്യാൻ പോണേ? അതൊക്കെയാ? അതെന്താ ഇടിക്കണോ? ഷൂട്ട് ചെയ്യണോ അല്ലേ? ശിവാനി പൂക്കി ടൈപ്പ് സാധനങ്ങളായിരിക്കും അല്ലേ? ശിവാനി ഞങ്ങളൊക്കെ ഒരേ മനസ്സാണ്. പൂക്കി ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ ട്രൈ ചെയ്യുക. അപ്പുട്ടൻ പിന്നെ ആദ്യം തന്നെ ചാടിക്കയറി കാർ റേസിൽ നിന്ന് ഇപ്പോൾ ശിവാനി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുട്ടൻ അങ്ങനെ കാർ റേസിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. കാർ സെലക്ഷനൊക്കെ കഴിഞ്ഞ് കാർ റേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പ ഏതാ പോക്ക്? ജർക്കൊക്കെ ചെയ്യണ്ടല്ലോ. അമ്മ തല പിടിച്ച് രണ്ടുപേരും ഷൂട്ടിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പുട്ടൻ്റെ ശിവാനിയൊക്കെ ആഞ്ഞു വെട്ടിക്കൂട്. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ചോദിച്ചോക്കാം.
ഷൂട്ടിങ് കുറെ ആൾക്കാർ കൊന്നോ? അത് നിങ്ങൾക്ക് മനസ്സിലാവോ കറക്റ്റ് ആരാണ് കൊല്ലണയൊക്കെ? എന്നാ പുറമേ നിൽക്കുമ്പോ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവര് ട്രൈ ചെയ്യാൻ പോണേ ലക്കി പോം. മീനെ കൊല്ലുന്ന യജ്ഞം. അപ്പുട്ടന് ശേഷം ശിവാനി. റെഡി സ്റ്റഡി. എലി ഇങ്ങനെ പൊന്തു അതിനെ അടിച്ചു കൊല്ല. ശിവാനി 21 എലീനെ കൊന്നു. ജയിച്ചിരിക്കുന്നു. അപ്പുട്ടൻ 12 എലി. മോശക്കാരൻ. അപ്പുട്ടൻ ബൈക്കിൽ കയറിയിട്ടുണ്ട്. കാറിന് ശേഷം ബൈക്ക് റേസിലാണ്. ഞാനും ചിലതൊക്കെ ട്രൈ ചെയ്തിരുന്നേ. ഇവരാരും എനിക്ക് വീഡിയോ എടുത്ത് തന്നില്ല. അപ്പം എൻ്റെ വീഡിയോ ഇവരെ എടുപ്പിച്ച ഏക ഗെയിമാണിത്. ഇത് ഞാൻ അങ്ങനെ ഇതിൻ്റെ സൂമ്പി പോലത്തെ സാധനത്തിനൊക്കെ അങ്ങനെ കൊല്ലും. വെള്ളമടിച്ച് കൊല്ലും. കുറേ വെള്ളമടിച്ചപ്പോൾ എനിക്ക് മതിയായി, ഞാൻ നിർത്തി. വലിയ രസമൊന്നുമില്ല അത്. ശേഷം ഒരു റെസ്റ്റിനായി ഞങ്ങൾ സ്നാക്സ് കഴിക്കാം. എന്തൊക്കെ വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ട്. അത് ഒരു കപ്പാണ്. ഞങ്ങളിവിടെ ഇരുന്ന് ഫുള്ളാണ്. അപ്പുട്ടൻ ആൻഡ് ഹരി. പപ്സ്, ഹരി കട്ട്ലറ്റ്, സമൂസ, തുർക്കി പത്തിരി. അതിനുശേഷം ഞങ്ങൾ അടുത്തതായിട്ട് ഹൊറർലാൻഡിൽ വന്നതല്ലേ. അപ്പോൾ ഹൊറർലാൻഡിൽ ഇവർ 3 ആളും കയറാൻ, ഇവർക്ക് രണ്ടാൾക്കും എന്തായാലും പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ഇവിടെ ഒരു ഷൂട്ടിംഗ് സ്പോട്ട് ഉണ്ട്, ഷൂട്ടിംഗ് സോൺ. ഞാൻ കാണിച്ചുതരാം. ഹരി ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്രീ ടിക്കറ്റും കൂടി കിട്ടും വിചാരിച്ചിട്ടാണ് ഈ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ മഹാന്റെ ഷൂട്ടിംഗ് മികവ് നമുക്കിപ്പോൾ കാണാം. അരിയപ്പം പൊട്ടിക്കൂലേ? അതിൽ കുറവുകളൊന്നും വാങ്ങരുതേ, ഞങ്ങൾക്ക് കുറവ് മതി. മൺമൺ ഷൂട്ടിങ്ങിന് ശേഷം ഹൊറർലാൻഡിലേക്ക്. പേടിയുണ്ടോ? നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരു 3 ആളും കൂടി ഹൊറർലാൻഡിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വരുന്നതിനായി കാത്തിരിക്കുകയാണ്. കാണിച്ചതാ പോയിന്റിലൂടെയാണ് അവരെ വരിക. ഓരോ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ഞാനും ഹരിയും മഞ്ജുവും കൂടി ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം രീതിയിൽ പേടിപ്പിക്കണമൊക്കെയാണ്. ഇതിൽ അപ്പുട്ടനാണോ ശിവാനിയാണോ പേടിക്കാൻ നോക്കട്ടെ. ചിലപ്പോൾ ഹരിയെ അയക്കാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എടാ അതല്ല, ലാസ്റ്റ് കട്ടില് ചാടിയായിരുന്നോ? അല്ല അരി അതല്ല, കട്ടില് ചാടി വന്നേ അതുണ്ടോ? എന്താ ഒന്ന് കണ്ടില്ലേ? എന്തായാലും പൊളിയായില്ലേ? പൊളി. ഇതൊരു ഫോട്ടോ ടേക്കിംഗ് സോണാണ് കേട്ടോ. നല്ല രസമാണ്. ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിം ഒന്നുകൂടെ ഞങ്ങൾ കളിക്കാൻ പോണേ. ഞാൻ കാണിച്ചുതരാം. കുറച്ച് അടിപൊളി സാധനങ്ങളൊക്കെ ചെയ്തല്ലേ. ഹൊറർലാൻഡ് എക്സ്പീരിയൻസ് അപ്പുട്ടൻ പറയുന്നതാണ്. കാരണം ഒന്നും കണ്ടില്ല. അപ്പൊ ഞങ്ങൾ ഇനി അടുത്തത് ഇവരെ എന്തിനാ പോണേ? ബമ്പർ കാർ അല്ലേ? പോയിക്കോളി. ബമ്പർ കാർ കയറാൻ പോകുന്ന ടീംസ് ബായ് കൊടുക്കേ. അതാണ് ബമ്പർ കാർ. അപ്പുട്ടൻ എല്ലാ കാറും ഓടിച്ച് പരിചയമുണ്ടായോണ്ട് ഇതൊക്കെ അവന് നിസ്സാരാണ്. ഞങ്ങൾ കഴിഞ്ഞ തന്നപ്പോൾ നല്ല രസമായിരുന്നില്ലേ? ഈ കുറേ പ്രാവശ്യം ചെയ്തില്ലേ? ഇത് വേറെ സ്ഥലത്ത് നിന്ന് ചെയ്തില്ലേ? വേറെ സ്ഥലത്ത്
മൂന്നാളും കയറാൻ പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പുറത്തുനിന്ന് കാണട്ടെ. ഇവരെ റേസിങ് ചോറ് അടിയാവുന്നാ തോന്നണേ. അപ്പുട്ടനായിരിക്കും റേസിംഗ് സ്റ്റാർ. നോക്കാം. അപ്പുട്ടൻ, സിബാണി. തുടക്കത്തിൽ ചെറിയ രീതിയിൽ ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ട കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും പിന്നെ അങ്ങോട്ട് എയിമായിട്ടോ. പിന്നെ തലക്കും വിലക്കൊക്കെ കുത്തലും പിടിക്കലൊക്കെ ആയിരുന്നു. കണ്ടുക നല്ല രസമുണ്ട്. എനിക്കും കയറണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ച് പുറത്തുനിന്ന്. എല്ലാത്തിനും പൊട്ടിക്കണേ. പിന്നെ ഞങ്ങൾ മിറർ ഹൗസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയി. ഞാനും ഹരിയും ഇതിൻ്റെ മുന്നേ ട്രൈ ചെയ്താണ്. പിന്നെ അപ്പുട്ടനും ശിവാനി ഇതുവരെ കണ്ടില്ല പറഞ്ഞപ്പോൾ ഞങ്ങൾ കയറി. പിന്നെ രസമായിരുന്നു. ഞങ്ങളൊരു 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിച്ച്. രസമാണ്. പിന്നെ ഹൈലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വിട്ടത് ഡെക്കത്തലൂണിലേക്കാണ്. മെയിനായിട്ട് പോയത് ഷട്ടിൽ ബാറ്റും കോക്കും വാങ്ങാനാട്ടോ. ഡിന്നറിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊടുക്കണം ഞങ്ങൾക്ക് രണ്ടാൾക്കുണ്ടായിരുന്നു, ഹരിക്കാണെങ്കിലും എനിക്കാണെങ്കിലും. ഇപ്പോൾ കോഴിക്കോട് അത്യാവശ്യം നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഒരു സാധനമാണല്ലോ കുബാബ മന്തി. അപ്പോൾ അതന്നെ വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ രണ്ടാളും വിചാരിച്ച്. എപ്പോഴും ഞങ്ങൾ വരുമ്പോൾ നല്ല തിരക്കാണ് ഉണ്ടാവാറ്. ഇന്നെന്തോ വരെ ഭാഗ്യത്തിന് നല്ല തിരക്ക് കുറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. പെട്ടെന്ന് തന്നെ ഫുഡും കിട്ടി. അന്ന് അവരെ സ്പെഷ്യലായിട്ടുള്ള അൽഫസ്ലൂഫ് മന്തി ആട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇവർക്ക് രണ്ടാൾക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മന്തി ഇഷ്ടപ്പെട്ടോ? ശിവാനിക്കോ? ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുബാബേന്ന് ഫുഡൊക്കെ കഴിച്ച് അടിപൊളി മന്തിയല്ലേന്നോ? അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഫുൾ ഔട്ടിങ് ഞങ്ങളെല്ലാവരും ഹാപ്പിയായി അല്ലേ? എന്തത് എസ് മാത്രം പറയാ. ഇനി അടുത്ത കൊല്ലം വരൂല ഞങ്ങള്? കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ ഒരു വന്നിട്ടുണ്ട്. ഇനി അടുത്ത കൊല്ലം അവർ വരും. അപ്പൊ ഈ കൊല്ലം ആദ്യമായിട്ടാണ് ശിവാനി. അപ്പൊ ശിവാനിക്ക് നല്ല ഹാപ്പി ആയില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു വ്ളോഗ് ഞങ്ങൾ ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് വരുന്നത്. ഓക്കെ ദെൻ ബൈ.